ഫെയ്ത്ത് വിസ്പർ മലയാളം ചാനലിലേക്ക് സ്വാഗതം. വർഷാവസാനം ധ്യാനിക്കാൻ 11 കാര്യങ്ങൾ. സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രത്യാശയും നിരാശയും കലർന്ന സമ്മിശ്ര അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഒരു വർഷം കൂടി കടന്നു പോവുകയാണ്. നിരവധി നന്മകളും നല്ല കാര്യങ്ങളും ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു. എന്നാൽ ചെയ്തു തീർക്കുന്നതിനായി അതിലേറെ കാര്യങ്ങളും. കഴിഞ്ഞ ഒരു വർഷത്തെ നല്ലതും കയ്പ് നിറഞ്ഞതുമായ അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ പുതിയൊരു വർഷത്തെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. കഴിഞ്ഞ ഒരു വർഷത്തെ ശരാശരിയായി വിചിന്തനം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വിജയങ്ങളെയും പരാജയങ്ങളെയും കുറിച്ച് ചിന്തിക്കാം. ഈ ഒരു വർഷാവസാനത്തെ ശരിയായി ഉപയോഗിക്കാനും പുതിയൊരു വർഷത്തെ വരവേൽക്കാനും സഹായിക്കുന്ന ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം. 1. അവസാനിക്കുവാൻ പോകുന്ന വർഷത്തെക്കുറിച്ച് വിശകലനം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ, വിജയിച്ച നിമിഷങ്ങൾ ഇവ ഒരു ബുക്കിൽ എഴുതി നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ അത് അത്ഭുതപ്പെടും. ഇത്രയേറെ വിജയങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെന്ന് കാണുവാൻ നിങ്ങൾക്ക് കഴിയും. കൂടാതെ നിങ്ങൾ ഈ വർഷം നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളും അതിൽ ചേർക്കുക, അഭിമാനം കൊള്ളുക. 2. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വിജയങ്ങൾ കുടുംബാംഗങ്ങളോട് പങ്കുവെക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. സ്വയം തിരിച്ചറിയുകയും അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് ഒരു പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം. അഭിനന്ദനങ്ങൾ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന നന്മകൾക്കായി എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തോടും നന്ദിയും കടപ്പാടും എപ്പോഴും നമ്മൾ അർപ്പിക്കുക. നിങ്ങളെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിച്ചവർക്കായി ആശംസകൾ അയക്കാം. കടന്നുപോയ വർഷം നിങ്ങളെ സഹായിച്ച വ്യക്തികൾക്ക് ആശംസകൾ അയക്കുന്നത് ഉചിതമായിരിക്കും. അത് നിങ്ങളിലെ നന്ദിയും സ്നേഹവും വെളിപ്പെടുത്തുകയും ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിന് കാരണമാകും. 3-ാമത്തെ പോയിന്റിൽ പറയുന്നത്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു കാർഡോ ഒരു മെയിലോ അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കുക. അതും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരാണെങ്കിൽ പോയി നേരിട്ട് കാണുക. അത് അത്യാവശ്യമാണ്. ദൈവത്തെയും അതിനൊക്കെ മുന്നേയായിട്ട് നമ്മൾ ദൈവത്തെയും കാണേണ്ടതാണ്. 4. ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കഴിഞ്ഞ ഒരു വർഷം ചെയ്യാൻ കഴിയാതെ പോയ നിരവധി കാര്യങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ. അവ ഏതൊക്കെയാണെന്ന് എഴുതുക. അതിൽ നിന്നും എപ്പോൾ ചെയ്യാൻ കഴിയുന്നതും ആവശ്യമായതുമായ ഒരു സംഭവം തിരഞ്ഞെടുത്ത് അത് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യുക. പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുക. അതാണ് 5-ാമത്തെ പോയിന്റ്. നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അത് പരമാവധി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതെന്തൊക്കെയാണെന്ന് ചിന്തിക്കുകയും അവ പിന്നീട് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. 6-ാമത്തെ പോയിന്റ്, അലങ്കോലപ്പെട്ട് കിടക്കുന്നവ വൃത്തിയാക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീടിന്റെ പരിസരവും മുറികളും ഒന്ന് വീക്ഷിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കത്തിച്ചു കളയുകയോ പുറത്തു കളയുകയോ ചെയ്യാം. അത് വീണ്ടും ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണെങ്കിൽ അത് ചാരിറ്റിക്കായി ഉപയോഗിക്കുക. വീട് വൃത്തിയാക്കുന്നതിനായി നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കേണ്ട കാര്യമില്ല. എല്ലാം കഴിവതും പുതുവർഷത്തിന് മുൻപ് തന്നെ നമുക്ക് ചെയ്തു തീർക്കാം. 7. നിങ്ങളുടെ ജോലികളിലൂടെ ഒന്ന് കടന്നു പോവുക. കൃത്യമായ പ്ലാൻ ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ജോലികൾ തുടങ്ങിക്കാണില്ല. അതിനാൽ നിലവിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, ഏത് ദിവസം എപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ കുറിച്ചു വെക്കുക. അതിനായി കമ്പ്യൂട്ടറിന്റെ സഹായമോ ഒരു നോട്ട്ബുക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലോ എടുത്ത് നിങ്ങൾക്ക് അതിനകത്ത് കുറിച്ചു വയ്ക്കാവുന്നതാണ്. കൂടാതെ ഒത്തിരി പഴയ ഫയലുകൾ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കത് നീക്കിക്കളയാം. 8. അടുത്ത ഒരു വർഷം എങ്ങനെയാണ് സമയം ചെലവിടാൻ പോകുക എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ഒരു പ്ലാൻ തയ്യാറാക്കുക. നിങ്ങളുടെ സമയം ഏറ്റവും ഫലപ്രദമായി ചെലവിടുന്നതിനുള്ള വഴികൾ ആലോചിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയുക. വീടിനെ അലങ്കോലപ്പെടുത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ, വസ്തുക്കൾ തുടങ്ങിയവ വയ്ക്കാതിരിക്കുക. 9. വ്യത്യസ്തമായിരിക്കുക.
പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുക. പുതിയൊരു വർഷം ആരംഭിക്കുന്നതിന് മുൻപ് കഴിഞ്ഞു വന്ന നാളുകളിൽ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത വ്യത്യസ്തമായ എന്തെങ്കിലും നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ ശ്രമിക്കുക. വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വ്യത്യസ്തമായ ഒരു യാത്ര നമുക്ക് തുടങ്ങി വയ്ക്കാം. അതിന്റെ വെളിച്ചത്തിൽ പുതിയൊരു വർഷത്തെ ആകാംക്ഷയോടെ നമുക്ക് വരവേൽക്കാം. 10. വരും ദിവസങ്ങളിൽ രാവിലെ നടക്കാൻ പോകുന്ന പതിവ് ആരംഭിക്കാം. പുതുവർഷത്തേക്കായി പുതിയ ശീലങ്ങൾ ആരംഭിക്കാം. കാലത്ത് എഴുന്നേറ്റ് നടക്കാൻ പോവാം. ആരോഗ്യത്തോടൊപ്പം നല്ല ചിന്താഗതികൾ വളരുന്നതിനും ഇത് നമ്മളെ സഹായിക്കും. 11. ശാന്തമായിരിക്കുക. കഴിഞ്ഞ ഒരു വർഷം നീണ്ട തിരക്കുകൾ ഒന്ന് അവസാനിപ്പിക്കാം. സമാധാനത്തോടെ ശാന്തമായി ഈ വർഷാവസാനമായിരിക്കാം. സ്വസ്ഥമായി പുതുവർഷത്തെ വരവേൽക്കാം. അങ്ങനെ വ്യക്തമായ തീരുമാനങ്ങളോടെ ഈ വർഷാവസാനം നമുക്ക് അവസാനിപ്പിച്ച് പുതിയ വർഷത്തെ വരവേൽക്കാം.